പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിച്ചു. വെറുതെ പുളുവടിക്കല്ലേ എന്നൊക്കെ നിങ്ങൾ പറയാം, പക്ഷേ അങ്ങനെയല്ല. പാകിസ്ഥാൻ്റെ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് ഒരു ടെലിവിഷൻ ചാനൽ ARI എന്ന് പറയുന്ന ടെലിവിഷൻ ചാനലിലൂടെയാണ് പറഞ്ഞത് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ്. കാരണം സിന്ധു നദീജല കരാർ ഇന്ത്യ നടപ്പാക്കാതിരുന്നാൽ ഞങ്ങൾക്ക് വെള്ളം മുട്ടും, ഞങ്ങൾ യുദ്ധം ചെയ്യും, ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ തയ്യാറാണ്, ഏതു നിമിഷവും അതിന് തയ്യാറാണ്. സത്യത്തിൽ ഒരു വലിയ പ്രകോപനമാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി തൊട്ടടുത്ത രാജ്യമായ പരമ്പരാഗത ശത്രുക്കളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന രാജ്യത്തെ കുറിച്ച് പരസ്യമായി ഒരു ടെലിവിഷൻ ചാനലിലൂടെ പറയുകയാണ്, ഞങ്ങൾ യുദ്ധം ചെയ്യും, യുദ്ധം ഏതു നിമിഷവും യുദ്ധം ചെയ്യും. കാരണം ഇന്ത്യ എടുത്തൊരു തീരുമാനത്തിനെതിരെ പാകിസ്ഥാൻ്റെ പ്രതികരണം. ഐക്യരാഷ്ട്ര സെക്യൂരിറ്റി കൗൺസിൽ വരെ പാകിസ്ഥാൻ സിന്ധു നദീജല കരാർ കൊണ്ടുവന്നു കഴിഞ്ഞു. ഇന്ത്യ കൂസിയില്ല. കാരണം 2025 ഏപ്രിൽ മാസത്തിലാണ് പഹൽഗാമിൽ മതം ചോദിച്ച് കലിമ ചൊല്ലാത്തവരെ പാകിസ്ഥാൻ കയറ്റിവിട്ട ഭീകരർ വെടിവെച്ച് കൊന്നത്. അതേ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ എടുത്ത പല നടപടികളുടെ തുടക്കം എന്ന നിലയിലാണ് 1960 സെപ്റ്റംബർ 19 ഇന്ത്യയെ വഞ്ചിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി പാകിസ്ഥാനുമായി ഉണ്ടാക്കിയ സിന്ധു ട്രീറ്റി, അതിൽ നിന്ന് നമ്മൾ പിന്മാറുന്നു എന്ന് ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഉറി ആക്രമണം നടന്ന 2016 തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ പാകിസ്ഥാന് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു. അതായത് രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ കേട്ടില്ല. നമ്മൾ 9 വർഷം പിന്നെയും ക്ഷമിച്ചു. അങ്ങനെയാണ് 2025 ആ തീരുമാനം ഇന്ത്യക്ക് എടുക്കേണ്ടി വന്നത്. നമ്മൾ നോക്കുമ്പോൾ വെറുതെ പാകിസ്ഥാനിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ ഏതെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയോ പറയുന്ന പോലെയല്ല. ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞാൽ അതൊരു പരോക്ഷമായ യുദ്ധഭീഷണി തന്നെയാണ്. കാരണം ഇന്ത്യയും അത് അതീവ ഗൗരവത്തിൽ അതെടുക്കും. കാരണം പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ പട്ടാളക്കാർ നേരിട്ട് വന്ന് ഇന്ത്യയിൽ ബോംബിടുമെന്നോ ഒന്നുമല്ല. കാരണം അവൻ ബോംബുമായിട്ട് അവൻ്റെ മിസൈൽ ഇന്ത്യയുടെ അതിർത്തി കടക്കില്ല, അവൻ്റെ ഡ്രോണുകൾ കടക്കില്ല, അവൻ്റെ വിമാനങ്ങൾ കടക്കില്ല എന്നൊക്കെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ്. പാകിസ്ഥാൻ ആഗ്രഹിക്കാൻ മാത്രമേ കഴിയുള്ളൂ. പക്ഷേ പാകിസ്ഥാന് ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. പാകിസ്ഥാൻ്റെ ഒരുപാട് സ്ലീപ്പർ സെല്ലുകൾ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. അവരെ ആക്ടിവേറ്റ് ചെയ്യാം. അതിൽ മലയാളം പറയുന്നവരുണ്ടാവാം, ഉറപ്പായിട്ടും ഉണ്ടാവാം. കാരണം മലയാളം പറയുന്ന എത്രയോ പേർ പൊട്ടിത്തെറിക്കാൻ പോയിട്ടുണ്ട്, ISIS ചേരാൻ പോയിട്ടുണ്ട്, കാശ്മീരിൽ ഇന്ത്യൻ പട്ടാളക്കാരോട് ഏറ്റുമുട്ടി മരിച്ചിട്ടുണ്ട്. സന്ദർഭം കിട്ടിയാൽ, അവസരം കിട്ടിയാൽ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറായിട്ടുള്ള മലയാളികൾ വരെ ഉണ്ട്. അത് ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ തീർച്ചയായും പാകിസ്ഥാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ രാജ്യത്ത് അവരുടെ ചില അസറ്റുകളായിട്ട് ഇന്ത്യക്കാരായിട്ട് ഭാവിച്ചു ജീവിക്കുന്ന ആളുകളെ ആക്ടിവേറ്റ് ചെയ്തും അതിർത്തിയിലെ ചില പോയിന്റുകളിലൂടെ ഇങ്ങോട്ട് ഭീകരരെ കടത്തിവിട്ടുമൊക്കെ ആയിരിക്കും പാകിസ്ഥാൻ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, പഹൽഗാം സംഭവത്തിന് ശേഷം നമ്മുടെ രാജ്യത്ത് അങ്ങനെ പാകിസ്ഥാൻ തീവ്രവാദികളുടെ ആക്രമണം ഒന്നും നടന്നിട്ടില്ല. 2 കാരണങ്ങളാണ്. ഒന്ന്, ഇന്ത്യ പറഞ്ഞു ഞങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയിട്ടില്ല, ഓങ്ങി വെച്ചിട്ടേ ഉള്ളൂ, അടിയപ്പോൾ വെള്ളം തരും. ഇനിയൊരു ഭീകരാക്രമണം പാകിസ്ഥാൻ സ്പോൺസേഡായിട്ട് ഇന്ത്യയിൽ നടന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ പുനരാരംഭിക്കുമെന്ന് നമ്മൾ അന്നേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, നമ്മുടെ സുരക്ഷാ സേനകൾ അങ്ങേയറ്റം വിജിലൻ്റായി അവരുടെ ജോലി ചെയ്യുന്നു എന്നതുകൊണ്ടാണ്. അതിർത്തി നുഴഞ്ഞു കയറി വരുന്ന ആളുകളെ സ്പോട്ടിൽ തീർക്കുന്ന പണി നമ്മുടെ പട്ടാളം ചെയ്യുന്നുണ്ട്. കാരണം പണ്ടൊക്കെ ഇവരെ പിടിച്ച് UPA സർക്കാരിൻ്റെ കാലം വരെ പാകിസ്ഥാൻ ഭീകരന്മാരൊക്കെ ഇങ്ങോട്ട് കടന്നു വന്നാൽ അവരെ നമ്മൾ പിടിച്ചുകൊണ്ട് ജയിലിൽ അടച്ചിട്ട് ചിക്കനും മട്ടനും ഒക്കെ കൊടുത്ത് തടിച്ച് കൊഴുപ്പിച്ച് വലിയ കുറ്റൻ ശരീരമുള്ളവരാക്കി കഴിഞ്ഞ് പിന്നെ ഏതെങ്കിലും കോടതി വിധിക്കും, ഇവർ നിരപരാധികൾ വിട്ടയക്കുക. അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് തീവ്രവാദികളായി നമ്മുടെ രാജ്യത്തെ മലയിടുക്കുകളിലൊക്കെ ഒളിച്ച് കഴിയുമ്പോൾ ഇവർ കഴിക്കുന്ന ആഹാരം ഉണക്കമുന്തിരിയും കശുവണ്ടിയൊക്കെ മാത്രമാണ്, വേറൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെ അരിഷ്ടിച്ച് കഴിച്ച് പോകുന്നവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് തടിമാടന്മാരാക്കി കൂടുതൽ കരുത്തോടെ ഇന്ത്യക്കെതിരെ പോരാടാനുള്ള ശേഷി ഉണ്ടാക്കി വിടുന്ന കോടതി വിധികളുടെ കാലമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അതിർത്തി പിടിച്ച സ്പോട്ടിൽ ഉണ്ടയാണ് സമ്മാനം, വെടിവെച്ചങ്ങ് കൊന്നേക്കുക ഇന്ത്യൻ പട്ടാളം. അതിന് ഇന്ത്യൻ സൈന്യത്തിന് നരേന്ദ്രമോദിയുടെ കാലത്ത് പൂർണ്ണമായ അനുവാദം നൽകി. അതിർത്തിയിലൊരു പ്രകോപനം ഉണ്ടായാൽ തിരിച്ചു വെടിവെക്കണോ എന്ന് ഡൽഹിയിൽ നിന്ന് ഉത്തരവ് വരുന്നത് വരെ കാത്തിരിക്കേണ്ട, നിങ്ങൾക്ക് സ്പോട്ടിൽ പണി കൊടുക്കാം എന്ന് ഇന്ത്യൻ സൈന്യത്തിന് ഉത്തരവ് നൽകി. അങ്ങനെ ഇന്ത്യൻ സേന ജാഗരൂകരായി നിൽക്കുന്നത് ആണ് രണ്ടാമത്തെ കാരണം. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഈ ഖ്വാജ ആസിഫിനെ പോലെയുള്ള ആളുകൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു രാജ്യത്തിൻ്റെ
പ്രതിരോധ മന്ത്രി ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലാത്ത ആളാണ്. പക്ഷേ പാകിസ്ഥാനിയല്ലേ, എന്തും പറയും. പാകിസ്ഥാനികൾക്ക് അന്തോ ഇല്ല കുന്തോ ഇല്ല എന്ന് പറയുന്ന പോലെ എന്തും പറയും. പക്ഷേ നമ്മളത് നിസ്സാരമായി എടുക്കില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കാൻ ആലോചിക്കുമ്പോൾ തന്നെ അവൻ്റെ ഇസ്ലാമാബാദ് നമ്മൾ പൊടിച്ച് കളഞ്ഞിരിക്കും, അവൻ്റെ ലാഹോർ നമ്മൾ കത്തിച്ചിരിക്കും, അവൻ്റെ റാവൽപിണ്ടി ചാരമായി മാറിയിട്ടുണ്ടാവും, അവൻ്റെ കറാച്ചി കാണാൻ പോലും ഇല്ലാതെ മാറിയിട്ടുണ്ടാവും. അത് നമ്മൾ തെളിയിച്ചതാണ്. നമ്മുടെ ബ്രഹ്മോസിൻ്റെ ഒരു മുന ചെന്ന് വന്നു വീണ് കൊണ്ടപ്പോൾ കിരാന ഹിൽസിൽ കരുതി വച്ചിരുന്ന ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽസ് മുഴുവൻ മണ്ണിനടിയിലേക്ക് തകർന്നു പോയത് ലോകം അംഗീകരിക്കുന്നുണ്ട്. ഔദ്യോഗികമായി രണ്ട് രാജ്യങ്ങളും പറഞ്ഞിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ത്യ എന്താണെന്ന് വളരെ കൃത്യമായി പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇടയ്ക്ക് അവർക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. കാരണം ഇത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. വെള്ളത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം കിട്ടിയില്ലെങ്കിൽ പാകിസ്ഥാനിലെ ഏറ്റവും സമ്പന്നമായ പഞ്ചാബ് സിന്ധ് മേഖലകളിൽ വലിയ പ്രശ്നമുണ്ടാവും. കൃഷി നശിക്കും, ജലസേചനം ഉണ്ടാവില്ല, കുടിവെള്ള വിതരണം പോലും ഇല്ലാതാവും. അത്തരം ഒരു സാഹചര്യം മുന്നിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജനങ്ങളുടെ രോക്ഷത്തെ ശമിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടി ആയിരിക്കാം ഖ്വാജ ആസിഫ് ഇങ്ങനെ പറയുന്നത്. പക്ഷേ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ആദ്യം ഇടയ്ക്ക് പറഞ്ഞു നെഹ്റു ചെയ്ത ചതിയെന്ന്. എന്തിനും ഏതിനും ഇങ്ങനെ നെഹ്റുവിനെ പിടിച്ചിടുന്ന പരിപാടി ഈ BJP-ക്കാർക്കും RSSകാർക്കും പതിവാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. ഏതായാലും ഇന്ത്യ ലൈവ് BJP RSS ഒന്നും അല്ല. നമ്മൾ രാജ്യത്തിൻ്റെ നിലപാടുകൾ, രാജ്യത്തിൻ്റെ ഭാവി, രാജ്യത്തിൻ്റെ ക്ഷേമം, രാജ്യത്തിൻ്റെ ഐക്യം, രാജ്യത്തിൻ്റെ സുരക്ഷ, രാജ്യത്തിൻ്റെ പാരമ്പര്യം, ഇതൊക്കെയാണ് പരമപ്രധാനം എന്ന് കരുതുന്ന നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ചാനലാണ്. അതുകൊണ്ട് നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം 1960 സെപ്റ്റംബർ 19 ഈ കരാർ ഒപ്പിട്ടു. കരാർ ഒപ്പിട്ടതിൻ്റെ വ്യവസ്ഥ എന്താണെന്നറിയോ? ഇന്ത്യയിലൂടെ ഒഴുകിപ്പോകുന്ന നദികൾ, കിഴക്കൻ നദികൾ രവി, ബിയാസ്, സത്ലജ്, അതിലെ വെള്ളം മുഴുവൻ ഇന്ത്യക്ക് ഉപയോഗിക്കാം. ഈ നദി ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ കിഴക്കൻ നദികളായ രവി, ബിയാസ്, സത്ലജിലെ വെള്ളം മുഴുവൻ ഇന്ത്യ എടുക്കും. പക്ഷേ ഇത് താരതമ്യേന ചെറിയ നദികളാണ്. വലിയ നദികൾ ഏതൊക്കെയാണെന്നറിയാമോ? സിന്ധു, ഝലം, ചെനാബ്. ഈ 3 നദികൾ കൂറ്റൻ നദികളാണ്. ഇതിലെ ജലം മുഴുവൻ ഇന്ത്യയിലൂടെ ഒഴുകി പാകിസ്ഥാനിലേക്ക് പോകുന്നു. ആ ജലത്തിൻ്റെ 80% പാകിസ്ഥാനാണ്, അവകാശപ്പെട്ടതാണ്. അതുമാത്രമല്ല, ഈ വലിയ നദികളിൽ ഇന്ത്യ ഒരിക്കലും അണക്കെട്ടുകൾ നിർമ്മിക്കത്തില്ല എന്നും എഴുതി കരാർ ഒപ്പിട്ട് കൊടുത്തു. നമ്മുടെ ഭൂപ്രദേശത്ത് ഉത്ഭവിച്ച് നമ്മുടെ ഭൂപ്രദേശത്തൂടെ ഒഴുകിപ്പോകുന്ന നദികളിലെ ജലത്തിൻ്റെ 80% പാകിസ്ഥാന് അവകാശപ്പെട്ടതാണ് എന്ന് കരാർ ഒപ്പിട്ട് കൊടുക്കുന്ന നെഹ്റുവിനെ നിങ്ങൾ എന്ത് വിളിക്കും? ഞാൻ ആ വാക്ക് എന്തായാലും പറയുന്നില്ല. നിങ്ങൾ വിളിക്കാൻ പോകുന്ന വാക്ക് എനിക്കറിയാം, ഞാൻ പറഞ്ഞേക്കാം. രാജ്യദ്രോഹി എന്ന് പറയും അല്ലേ? ചിലരുടെ നെറ്റി ചുളിയുമായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, അത് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ലോകബാങ്കിൻ്റെ മധ്യസ്ഥതയിലാണ് നെഹ്റുവിൻ്റെ കാലത്ത് ഈ കരാർ ഉണ്ടാക്കിയത്. അവർ പറഞ്ഞ വ്യവസ്ഥകൾ നമ്മൾ ആകെ അംഗീകരിച്ചു കൊടുത്തു. പാകിസ്ഥാന് ഫേവറബിളായിട്ട് ഒരു കരാർ ഉണ്ടാക്കി ഒപ്പിട്ട് കൊടുത്തു. ഒരുപാട് കാലമായി ഇന്ത്യ ഈ കരാർ പൊളിച്ചെഴുതണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴാണെന്നറിയോ? കോൺഗ്രസ് അല്ലാത്ത സർക്കാരുകൾ കേന്ദ്രം ഭരിച്ചപ്പോഴൊക്കെ. പഹൽഗാം ആക്രമണത്തിന് ശേഷം നമ്മൾ കരാറുകളിൽ നിന്ന് പിന്മാറുന്നു എന്ന് പറയുക മാത്രമല്ല, ഘട്ടം ഘട്ടമായി പതുക്കെ ഈ നദികളിലെ നീരൊഴുക്ക് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായും പാകിസ്ഥാന് കിട്ടിക്കൊണ്ടിരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജലശക്തി വകുപ്പ് മന്ത്രി CR പാട്ടീൽ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, 2028 ജൂൺ ആകുമ്പോഴത്തേക്കും സമ്പൂർണ്ണമായി ഈ നദികളിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന തടയാൻ നമുക്ക് കഴിയും. അപ്പോൾ പാകിസ്ഥാൻ്റെ ഖ്വാജ ആസിഫ് പറയുന്നത് തന്നെയാണ്, ചെനാബ് നദിയിലെ ജലം ഇന്ത്യ ഇപ്പോൾ തന്നെ റീറൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മുടെ നദീ സംയോജനം, രാജ്യത്തെ മുഴുവൻ നദികളെയും തമ്മിൽ കണക്ട് ചെയ്യാനുള്ളൊരു പദ്ധതിയുണ്ട്. വാജ്പേയി സർക്കാരിൻ്റെ കാലത്ത് വളരെ സജീവമായി വന്നതാണ്. എൻ്റെ ഒരു സുഹൃത്തായ ഹൈക്കോടതിയിലെ അഭിഭാഷകനായ മാർട്ടിൻ അതിനുവേണ്ടിയുള്ള ചില ഹർജികളുമൊക്കെയായി പോയത് എനിക്കറിയാം. ഏതായാലും ആ പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സജീവ പരിഗണനയിലുണ്ട്. അങ്ങനെ സിന്ധു നദിയിലെയും അനുബന്ധ നദികളിലെയും ജലം പാകിസ്ഥാനിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ നദികളെയെല്ലാം തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഉണ്ടാകുന്ന ഗുണം എന്താണെന്നറിയാമോ? നമ്മുടെ രാജ്യത്ത് ഒരിടത്തും വരൾച്ച ഉണ്ടാവില്ല. നിങ്ങൾ ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക്, ചെന്നൈയിലേക്ക് വിമാനത്തിൽ പോയിട്ടുള്ളവർക്കറിയാം, താഴേക്ക് നോക്കുമ്പോൾ കാവേരി ഉണങ്ങിക്കിടക്കുന്നത് കാണാം. ഒരു വര പോലെ വരണ്ടുണങ്ങിക്കിടക്കുന്ന കാവേരി കാണാം. കർണാടകയിലുണ്ട് ഈ പ്രശ്നം. ഗോദാവരിയുടെ കാര്യത്തിൽ, കാവേരിയുടെയും ഗോദാവരിയുടെയും പേരിൽ നമ്മുടെ 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കമറിയാം. എന്തിനാണ് തമിഴ്നാട് മുല്ലപ്പെരിയാറിന് വേണ്ടി വാശി പിടിക്കുന്നത്? കേരളത്തിൻ്റെ നദിയിൽ, കേരളത്തിൻ്റെ ഭൂമിയിൽ ഒരു ഡാം ഉണ്ടാക്കി
ഞങ്ങൾക്ക് ഈ വെള്ളം കൊണ്ടുപോകണമെന്ന് മുല്ലപ്പെരിയാറിന് വേണ്ടി എന്നും തമിഴ്നാട് വാശി പിടിക്കുന്ന ആ ജലം ചെന്നില്ലെങ്കിൽ തമിഴ്നാട് കരിഞ്ചുണങ്ങി ഒരു മരുഭൂമിയായി മാറും. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ഥലത്ത് ജലക്ഷാമത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. ഒരു കാർഷിക രാജ്യമായ നമുക്ക് വെള്ളം കിട്ടിയേ പറ്റൂ. അപ്പോഴാണ് നമ്മുടെ പ്രധാനപ്പെട്ട നദികളിലെ ജലം 80% പാകിസ്ഥാന് കൊടുക്കാം എന്ന് 1960 നെഹ്റു എഴുതി വെച്ച ഒരു കരാറ് ഇപ്പോഴും പാലിക്കണോ എന്നുള്ള ചോദ്യം വരുന്നത്. പഹൽഗാം നമ്മൾ അതിന് അവസരമാക്കി എടുത്തു, നമ്മൾ കരാറിൽ നിന്ന് പിന്മാറി. അങ്ങനെ 2028 ജൂണോടുകൂടി പൂർണ്ണമായും ഈ ജലം നിലയ്ക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കത് ഭീഷണിയാണ്. അതുകൊണ്ട് ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി, അങ്ങനെ വേണമല്ലോ, ഇന്ത്യയെ ആക്രമിച്ചാൽ വെള്ളം കിട്ടുമോ? ഇല്ല. ഇന്ത്യയെ ആക്രമിച്ചാൽ ഇന്ത്യ തിരിച്ച് പണി കൊടുക്കും. അപ്പോൾ ഇന്ത്യയെ ആക്രമിച്ചിട്ട് കരാർ റദ്ദാക്കണമെന്ന് പറഞ്ഞാൽ ഇവൻ്റെ മനസ്സിലിരിപ്പ് ഇന്ത്യയെ ആക്രമിച്ച് ഇന്ത്യയെ കീഴ്പ്പെടുത്തണമെന്നാണ്. ഇന്ത്യയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ ജലം കിട്ടുമായിരിക്കും. എന്തൊരു സ്വപ്നമാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്ന പോർക്കിസ്ഥാനിലെ 1 കിലോ ഗോതമ്പിന് 700 രൂപ വില ഉള്ളതിൻ്റെ പേരിൽ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾ കലാപം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ഗോതമ്പ് കൂടി കൊടുക്കാൻ കഴിയാത്ത ഈ പരീക്ഷകളാണ് ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കും. എന്നിട്ട് സിന്ധു നദിയിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുക്കിക്കൊണ്ട് പോകുമെന്നൊക്കെ പറഞ്ഞു. ഏതായാലും വേറെ കാര്യമുണ്ട്. ഒരു നയതന്ത്ര മര്യാദ, ലോകരാജ്യങ്ങൾ പാലിക്കേണ്ട ഒരു മര്യാദയുണ്ട്. ആ മര്യാദയുടെ ഭാഗമാണ് ഇത്തരം വർത്തമാനങ്ങൾ പറയാതിരിക്കുക. ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധ മന്ത്രി ഇങ്ങനെ വിടുവായത്തം പറയുക എന്ന് പറഞ്ഞാൽ അപഹാസ്യമാണ്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ച് ആല് കിളുത്താൽ അത് തണലാണെന്ന് മാത്രമല്ല, അതിൽ കിളി വന്ന് കൂടുകൂട്ടിയിട്ടുണ്ട് എന്നുകൂടി പറയുന്ന പാരമ്പര്യമുള്ള ഒരു രാജ്യമായതുകൊണ്ട് അതിൽ അത്ഭുതത്തിന് വകയില്ല. പ്രിയപ്പെട്ടവരെ, ഏതായാലും നമ്മുടെ രാജ്യത്തെ പരസ്യമായി വെല്ലുവിളിക്കാൻ കാണിച്ച ഈ ഖ്വാജ ആസിഫിന് ഒരു ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കണം. പറ്റുമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വർത്തമാനം നിർത്താം. നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.